ഇവിടെ ഇങ്ങനെ ഓരോ തട്ടായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് അതിന് ശേഷം കറക്കിയിട്ട് ഇപ്പുറത്തെ തട്ടിലും കൂടി ഇട്ട് കൊടുക്കുക. എന്തായാലും കറക്കുമ്പോൾ ഒരു സൈഡിലോട്ട് തന്നെ വീഴും. പക്ഷേ കമ്പനി അങ്ങനെ ഇടാനാണ് പറയണം. 2-3 തട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ഫില്ലാക്കിയിട്ട് കുറച്ച് ഇപ്പുറത്തും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഡോർ അമർത്തി അടക്കണം. ആദ്യത്തെ ബോക്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സോപ്പ് പൊടി ഇടുന്നത്. ഡിറ്റർജന്റ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, സോപ്പ് പൊടി ആണെങ്കിലും ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇടാം. ഇനി പശ മുക്കണ സാധനങ്ങളൊക്കെ കംഫർട്ടൊക്കെ, ഈ സോഫ്റ്റ്നർ ഡിസ്പെൻസറൊക്കെ ഈ ചെറുതിൽ. ഇത് പ്രീ വാഷ് എന്ന് പറയും. അതായത് നമുക്ക് ഇവിടെയും സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക, ഇവിടെയും സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് എടുത്തിട്ടൊന്ന് പ്രീ വാഷ് ചെയ്യും, അതിന് ശേഷം ഇവിടെ നിന്ന് എടുത്തിട്ട് വാഷ് ചെയ്യും. അപ്പോൾ രണ്ടോടത്തുനിന്ന് എടുത്തിട്ട് വാഷ് ചെയ്യണതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് സോപ്പ് പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രീ വാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അത് ഓണാക്കിയാൽ മാത്രമേ ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ. സാധാരണ ഇടുമ്പോൾ ഇവിടെ ഇട്ടാൽ മതി. ശേഷം അടക്കുക. ഇപ്പോൾ ഡ്രസ്സ് ഇട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പവർ ഓൺ ചെയ്യാം. ഇതാണ് പവർ ഓൺ ചെയ്യണ സ്വിച്ച്. മെഷീൻ്റെ പവർ ഓൺ ആയി. ഇപ്പോൾ ഇതിന് ചുറ്റും കൊടുത്തിരിക്കുന്നതാണ് ഓരോ വാഷ് പ്രോഗ്രാം. നമുക്ക് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് വന്നിരിക്കാം. അപ്പോൾ നമുക്ക് ഏത് വാഷ് പ്രോഗ്രാമാണോ വേണ്ട അതിൻ്റെ നേരെ കൊണ്ടുവരാം. അപ്പോൾ ഈ ചുവന്ന LED ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കോളും, ഓരോന്നിൻ്റെ നേരെ മാറിക്കോളും. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ നേരെ കൊണ്ടുവരാം. ദെൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് പറഞ്ഞുതരാം. ഈ ആദ്യത്തെ ക്വിക്ക് വാഷാണ്. അത് ആകെ 15 മിനിറ്റ് എടുക്കുള്ളൂ. അഴുക്ക് കുറഞ്ഞിട്ടുള്ള തുണികൾ പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഡെയിലി വാഷ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണം. മിക്സഡ് വാഷ്. എല്ലാ തുണികളും കൂടി ഒരുമിച്ച് മിക്സ് ആയിട്ട് വാഷ് ചെയ്യുന്നത്. സാധാരണ എല്ലാ അന്ന് പറഞ്ഞ തുണികളെല്ലാം കൂടി ഒരുമിച്ചിട്ട് വാഷ് ചെയ്യുന്നത്. അത് 64 മിനിറ്റ് എടുക്കും. മൂന്നാമത്തെ ഡെലിക്കേറ്റ്സ് എന്ന് പറയും. സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ, സാരി, ബനിയൻ അങ്ങനെയുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള തുണികൾ. അടുത്ത ഡെനിം, ജീൻസ് ഐറ്റംസ് ഒക്കെ. അതിനടുത്തത് ഹൈജീൻ സ്റ്റീം എന്ന് പറയും. സ്റ്റീം ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമയം കൂടുതലെടുക്കും. 3 മണിക്കൂർ എടുക്കും അത്. സ്റ്റീം ചെയ്ത് ഹൈജീൻ സ്റ്റീം. നമുക്ക് ഇപ്പം എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, പനി അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും, വാഷ് ക്വാളിറ്റി. അതിൻ്റെ അടുത്ത് കോട്ടൺ. അതിനടുത്ത് സിന്തറ്റിക്സ് ഐറ്റംസ്, ഈ പോളിസ്റ്റർ അങ്ങനത്തെ ഐറ്റംസ്, വൂൾ ഐറ്റംസ്, കമ്പിളി ഐറ്റംസ് ഒക്കെ. ഇത് റിൻസും സ്പിന്നും മാത്രം. വാഷ് ഉണ്ടാവില്ല, റിൻസ് ആയിട്ട് സ്പിന്ന് മാത്രം. ഒറ്റ പ്രാവശ്യം ഒന്ന് അലമ്പി പിഴിഞ്ഞിട്ട് പിന്നെ സ്പിന്ന് കിട്ടും. എക്സ്ട്രാ സ്പിന്ന് വേണമെന്നുണ്ടെങ്കിൽ സ്പിന്ന് മാത്രമായിട്ട് ഇടാം. സ്പിന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡ്രൈ ആയിട്ട് പിന്നെ പരിപാടി. പിന്നെ ഈ ഇവിടെ സോക്ക് ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് അലക്കാൻ മതി എന്നുണ്ടെങ്കിൽ സോക്കൊന്ന് ഇതേക്കണതിൽ നീക്കി കൊടുക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ കുതിർന്ന് കിടക്കും. ഉണ്ടായിരിക്കും പിന്നെ വാഷ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വാഷ് ക്വാളിറ്റി കൂടുതലായിരിക്കും. വേണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ഡിലേ എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ചാണ്. നമുക്ക് ഇപ്പോഴേ സെറ്റ് ചെയ്ത് നോക്കാം. ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ നിൽക്കുമ്പോൾ 1 കാണിക്കുന്നത് 2 കാണിക്കുന്നത് 2 മണിക്കൂറാണ്. ഇങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ നമുക്ക് സമയം സെറ്റ് ചെയ്യാം. അപ്പോൾ 6 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂർ ഇങ്ങനെ ടൈമർ ഓടിക്കൊണ്ടിരുന്നിട്ട് അവസാനത്തെ 1 മണിക്കൂറാണ് വെള്ളം വന്നിട്ട് വാഷ് ചെയ്ത് തുടങ്ങുള്ളൂ. നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് 3 പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആദ്യത്തെ ഇന്റൻസീവ് വാഷ് എന്ന് പറയും. ഇപ്പോൾ കൂടുതൽ അഴുക്കുള്ള തുണികളാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസിലേക്കിട്ട് ആദ്യത്തെ അതിൻ്റെ അവിടെ ലൈറ്റ് തെളിക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സാധാരണ ഇത് ടബ് കറങ്ങണ സ്പീഡിൽ റൊട്ടേഷൻ സ്പീഡ് നല്ല ശക്തിയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വാഷ് ക്വാളിറ്റി കൂടുതലായിരിക്കും. രണ്ടാമതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ വാഷിൻ്റെ ഇത്. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാലാണ് ഇപ്പോഴത്തെ ഇവിടെ സോപ്പ് പൊടി ഇട്ടിട്ട് ഇവിടെ നിന്ന് എടുക്കുള്ളൂ. അവിടെ സാധാരണ നോർമൽ ഇടുന്നത്. സാധാരണ നമ്മൾ ഇടുന്ന ഡിറ്റർജന്റ് ലിക്വിഡ് ഇടുന്നത്. മൂന്നാമത്തെ റിൻസ് പ്ലസ്. റിൻസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് 3 ആഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ടെമ്പറേച്ചർ സ്പിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടാനുസരണം കുട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഡോർ തുറയൂല. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഡോർ തുറക്കാൻ പറ്റൂല. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എമർജൻസി ആയിട്ട് കുറേ നേരം കറണ്ട് പോയിട്ട് എമർജൻസി ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ തുറയൂല. അപ്പോൾ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അടിയിലൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. അത് ഈ സാധനം കൊണ്ടിട്ട് നമുക്ക് തുറക്കണത്. ഇങ്ങനെ തുറക്കാം. ഇവിടെ ഒരു ട്യൂബുണ്ട്. ഈ ക്യാപ്പ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിരിക്കുന്ന ക്യാപ്പ് വലിച്ചൂരി മാറ്റി കഴിഞ്ഞാൽ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ആ വെള്ളം മുഴുവൻ മാറ്റാൻ പറ്റും. മുഴുവൻ വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോർ തുറന്നെടുക്കാൻ പറ്റും. ഇത് തിരിച്ച് ക്യാപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറ്റി വെക്കാം. കൂടെ ഒതുക്കി വെച്ചാൽ മതി. ഇത് ഫിൽറ്റർ, മാജിക് ഫിൽറ്റർ. ആഴ്ചയിൽ ഒരിക്കലും എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക.
ഇടക്കിടക്ക് ആഴ്ചയിലല്ല ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഷർട്ടിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ബട്ടൺസ് പോയിനൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒന്ന് കിടപ്പുണ്ടാവും. ഇടക്കിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വലിയ ഐറ്റംസ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ അതിന്റെ ഉള്ളിൽ കിടക്കും.